ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കാഴ്ചകളൊക്കെ കണ്ടാലോ. രാവിലെ തന്നെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് എന്നിട്ട് ഇതാ ബാൽക്കണിയിൽ വന്നിരുന്നതാണ്. കുറച്ച് സമയം ഇവിടെ വന്നിരുന്നാലും 5:40 എന്നിട്ട് ഭയങ്കര ഇരുടാണ്. നമുക്കിനി നടക്കാൻ പോകണം. മോർണിംഗ് റൂട്ടീനായിട്ട് ഞാൻ മോർണിംഗ് വാക്കിംഗ് ഒക്കെ ചെയ്യലുണ്ട് അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. 6 മണിയായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നടക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല തണുപ്പുണ്ട്. ഇന്ന് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഇതങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണലാണ്. പക്ഷെ നല്ലൊരു പോസിറ്റീവ് മൈൻഡാണ് ഇങ്ങനെ ഈ സമയത്തൊക്കെ നടക്കുമ്പോൾ. ഇത് 6:30 മണിയായിട്ടും വെളിച്ചം വന്നിട്ടില്ല. എന്നിട്ട് നമ്മൾ വേഗം കൈവീശി നടക്കലാണ്. പിന്നെ ലോറിയൊക്കെ വരുന്നതുകൊണ്ട് ഇതേ പറഞ്ഞ പോലെ നമുക്കൊരു സ്വാതന്ത്ര്യത്തിൽ നടക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരു പേടിയുമാണ് കൂടുതലായിട്ട് റോഡിലേക്ക് ഇറങ്ങിയിട്ട് നടക്കുമ്പോൾ. അങ്ങനെ തിരിച്ച് റിട്ടേൺ ആകുമ്പോഴത്തേക്ക് 7:18 7:30 ആകുമ്പോഴത്തേക്കാണ് നമ്മൾ വീട്ടിലെത്തൽ. അപ്പോഴേക്കും നല്ല വെളിച്ചം വന്നിട്ടുണ്ടായിന്. പിന്നെ നാടിൻ്റെ അവസ്ഥയൊക്കെ കാണണമെങ്കിൽ രാവിലെ തന്നെ വന്നിട്ട് ഇറങ്ങണം. അല്ലാണ്ട് ഇതേപോലെ നല്ല സൗന്ദര്യം ആസ്വദിക്കാനൊന്നും പറ്റൂല. പിന്നെ റോഡൊക്കെ നല്ല ക്ലീനായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ റോഡ് പണിയെല്ലാം കഴിഞ്ഞിട്ടല്ലേ, അതുകൊണ്ട് നല്ല നീറ്റ് റോഡാണ്. പിന്നെ ചെരുപ്പിടാതെ വേണമെങ്കിൽ നടക്കാം, അത്രയും നീറ്റാണ് ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥ. ഇപ്പം ഡെയിലി റുട്ടീനായിട്ട് കരുതിയിട്ടാണ് നമ്മൾ നടക്കൽ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയാൽ അവിടുന്ന് അങ്ങനെ ഇതാവില്ല, നടക്കലില്ല. ഇവിടെ പിന്നെ കുറച്ച് ആൾക്കാർ നടക്കുന്നുള്ളതുകൊണ്ട് അങ്ങനെ നടക്കലാന്ന്. അവിടെ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ മുറ്റടിക്കൽ അങ്ങനെയല്ലാന്ന് ചെയ്യുക രാവിലെ തന്നെ. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം മോന് സ്കൂളിൽ പോകേണ്ട സമയമായപ്പോൾ വേഗം നാസ്തയൊക്കെ ആക്കി കൊടുത്തിട്ട് സ്കൂളിലേക്ക് പറഞ്ഞു വിടലാന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്ന് അവനെന്തെല്ലോ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ഫ്രൂട്ട്സിൻ്റെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലുള്ള തന്നെ കാതർക്കാൻ്റെ. അപ്പോൾ മക്കൾക്ക് സ്ട്രോബെറിയാണ് ഇഷ്ടം, അതുകൊണ്ട് സ്ട്രോബെറി വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കിച്ചണിൽ വന്നപ്പോൾ കുറേ ക്ലീനിങ് ചെയ്യാനുണ്ടായിരുന്നു. ഇത് ഉപ്പാൻ്റെ കടയിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഉപ്പാൻ്റെ കടയിൽ നിന്നായതുകൊണ്ട് വെജിറ്റബിൾസ് എല്ലാം ഇതേ പറഞ്ഞ പോലെ എല്ലാം മിക്സായിട്ട് കൊണ്ടുവരും. നമ്മൾ ഇവിടുന്ന് ചുവന്നമുളകും പച്ചമുളകും എല്ലാം വേർതിരിച്ചിട്ടും എല്ലാം ഓരോരോ തട്ടിലാക്കിയിട്ട് വെക്കലാന്ന്. പിന്നെ ഞാൻ മീശോന്ന് വാങ്ങിയ അട്ടിക്കട്ടിക്കുള്ള ഒരു തട്ടുണ്ട്, അതിലാണ് നമ്മൾ ഇട്ട് വെക്കൽ. ഇതാന്നത് സവാള വേറെ, ഇഞ്ചി വെളുത്തുള്ളി വേറെ, പച്ചമുളക് തക്കാളി വേറെ, അങ്ങനെയാണ് ഞാൻ വെക്കൽ. ഇത് മീശോന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതിന് ചെറിയ റേറ്റ് അതിന് ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല 4-5 തട്ടുള്ളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഞാൻ 3 തട്ടുള്ളേ വാങ്ങിച്ചിന്. അതുകൊണ്ട് നല്ല നമുക്കൊരു ഉപകാരമാണ്, പെട്ടെന്ന് എടുക്കാനും. ഇതെല്ലാം ഒരുമിച്ചിട്ട് കിട്ടുമല്ലോ, അല്ലെങ്കിൽ വേറെ ആക്കുമ്പോൾ പറ്റൂലല്ലോ, അങ്ങനെ നമുക്ക് വേറെ ഓടി നടക്കണ്ടേ. ഇതിപ്പോൾ എല്ലാം ഒന്നും തന്നെ കിട്ടുമ്പോൾ നമുക്ക് വേഗം ഫുഡൊക്കെ ഉണ്ടാക്കാനും എളുപ്പമാണ്. പിന്നെ ഗ്യാസിൻ്റെ ഒരു ഭാഗത്ത് വേറൊരു മൂലക്കായിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളത്. അങ്ങനെ കിച്ചണെല്ലാം രാവിലെ തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ പോലെ ഫുഡെല്ലാം ഉണ്ടാക്കുമ്പോൾ ആദ്യം ക്ലീനേഡാവും. പിന്നെ ഇന്നൊരു നിക്കാഹുണ്ട്, നമ്മൾ അയൽവക്കത്ത് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട് അയൽവക്കത്തുള്ള, ഓള് പറഞ്ഞ് വേഗം പോകാമല്ലോ, നമുക്ക് വേഗം പോയിട്ട് വരേണ്ടതാണ്, എനിക്ക് ഡ്യൂട്ടിക്ക് കൊണ്ടു വന്നിട്ട് അവളെ കൂടെ ഞാൻ വേഗം പോയിട്ട് വരുത്താണ്. അങ്ങനെ തിരിച്ച് വരുമ്പോൾ ചാമ്പ മരം ഉണ്ടായിരുന്നു ഒരു വേറെ അപ്പുറത്തെ വീട്ടിൽ തന്നെ. അങ്ങനെ അതെല്ലാം വെറുതെ നോക്കിയിട്ട് അങ്ങനെ വന്നു. പിന്നെ വീട്ടിലെത്തിയിട്ട് ചിക്കൻ കറി ആക്കലാണ്. ചിക്കൻ കറി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഗ്യാസിൻ്റെ എല്ലാ അവസ്ഥ ഒരു വകയാണ്. ചിക്കൻ കറി വെള്ളപ്പാണ് ഇന്നത്തെ നാസ്തക്കുള്ള. അപ്പോഴേക്കും ഗ്യാസും എല്ലാം കൗണ്ടർ ടോപ്പെല്ലാം ഒരു വകയായിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് പാത്രമൊക്കെ കഴുകാനുണ്ടായിന്. അത് ഞാൻ വേഗം ക്ലീൻ ചെയ്തെടുക്കലാണ്. അല്ലെങ്കിൽ കുന്നുകൂടിയിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും. അതിനേക്കാൾ നല്ല ഈ പറഞ്ഞ പോലെ നമ്മൾ വേഗം പെട്ടെന്ന് വേഗം ക്ലീനാക്കി എടുക്കലാണ്. മടി പിടിച്ചെന്നാൽ ഒന്നും നടക്കില്ല. നിങ്ങൾക്ക് മടിയൊക്കെ ഉണ്ട് പാത്രം കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ ASMR വീഡിയോ ഇല്ലേ ക്ലീനിങ്ങിൻ്റെ എല്ലാം, അത് കണ്ടാൽ മതി. നിങ്ങളെ മടിയും എല്ലാം മാറും. അവരാക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് വേഗം ക്ലീനൊക്കെ ആക്കാൻ തോന്നും. ഏതിൻ്റെ ASMR ക്രിയേറ്റിവിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് പിള്ളേർക്കുള്ള ഓരോ ഐറ്റംസ് ഉണ്ടാക്കുന്നതും അതെല്ലാം അവർക്ക് വേഗം പഠിക്കുകയും ചെയ്യാം. അങ്ങനത്തെയൊക്കെ കാണലുണ്ട് നമ്മൾ. ഇനിയിപ്പോൾ രാത്രിക്കുള്ള വീഡിയോ ആണുള്ളത്. എൻ്റെ ഹസ്ബൻഡും ഇപ്പോൾ ഫ്രണ്ടും ഭാര്യയും മക്കളെല്ലാം ഉള്ള, നമ്മളെല്ലാവരും ഫ്രണ്ട്സ് തന്നെയാണ് പണ്ടേ. നമ്മളെല്ലാവരും കൂടിയിട്ട് ഒമാസ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ കയറിയതാണ്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. മക്കൾക്ക് ഒരേ നിർബന്ധമായിരുന്നു എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണിത്, ഒമാസ് റെസ്റ്റോറൻറ്റ്. അങ്ങനെ നമ്മൾ ഇവിടത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇവരെല്ലാം കളി കണ്ടിട്ട് ഓരോന്ന് നോക്കലാണ്. ഇനി ഓനെ പിടിച്ച് നടുക്കിരുത്തിയിട്ട് ഇനിയുണ്ട് അവരൊരു കളി. എന്നിട്ട് ലാസ്റ്റ് കുപ്പി ക്ലാസ് കളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവരൊക്കെ കളിക്കലാണെന്ന്. പിന്നെ നാണമുണ്ട് എനിക്ക് ഇവരെല്ലാം കണ്ടിട്ട്. പിന്നെ ഇവരൊക്കെ ഒരുമിച്ചിട്ട് കൂടിയ ഇതേപോലെ നല്ല കളിയും നല്ല രസമായിരിക്കും. പിന്നെ എപ്പെങ്കിലല്ലേ കാണുന്നുള്ളൂ. നമ്മളങ്ങനെ ഓർഡറാക്കിയ ഐറ്റംസൊക്കെ വരുന്നുണ്ട്. ചിക്കൻ അൽഫാം മന്തിയും പിന്നെ ബീഫ് സ്ട്രിപ്സ് മന്തി എന്നിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെല്ലാം.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇവരെ ഫ്രണ്ടിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കല്ല, ഒരു ഡാം, അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടായിന്. നമുക്ക് രാത്രിക്കെല്ലാം ഒന്ന് ആസ്വദിച്ചിട്ട് നിൽക്കുക. പിന്നെ വൈകുന്നേരം ബോട്ടിംഗ് എല്ലാം ഉണ്ട് ഇവിടെ. 3 പെരിയ ഡാം എന്നാണ് പറയുക ഇതിന്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റുന്നില്ല, പക്ഷെ നല്ല രസമുണ്ടായിന് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റും എല്ലാം ഉണ്ടായിന്. നമ്മളൊരു ദിവസം ഉച്ചയ്ക്ക് പോയിട്ടുണ്ടായി. അത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂടിയിട്ട് നമ്മളൊരു കല്യാണത്തിന് പോയിട്ട് വരുമ്പോൾ പോയതായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു ഉച്ച സമയത്തും. പക്ഷേ വൈകുന്നേരമാണ് ബോട്ടിംഗ് ഉണ്ടാകാമെന്ന് പറഞ്ഞോള്. 5:30 തൊട്ടിട്ട് അങ്ങനെയായിട്ടാണ് ടൈം പറയുന്നത്. 7 മണി വരെ എങ്ങാനാണ് ബോട്ടിംഗ് ഉണ്ടാകുക. പിന്നെ ഇതാ നമുക്ക് ഇരുന്നിട്ട് ഇങ്ങനെ സൊറ പറയാനും എല്ലാം കൂടി അടിപൊളിയല്ലേ. ഇതെല്ലാം പക്ഷികളാണ് നിറച്ചുള്ളത്, പക്ഷെ അതൊന്നും അനക്കവും ഇല്ല, ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതെങ്ങനെ ക്ലിയർ കിട്ടുന്നില്ല. അവിടെ വെളിച്ചമൊക്കെ നമ്മൾ മേലെ കയറിയിട്ടുണ്ടായിന്, അപ്പോൾ എൻ്റെ ഫോണിൽ അങ്ങനെ ക്ലിയർ കാണുന്നില്ല, വെളിച്ചമൊക്കെ കുറവാണ്. അങ്ങനെ ഇവിടെ നമ്മൾ ഇരുന്നിട്ട് കുറേ കിസ്സൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നാട്ടിലേക്ക് പോകണം. ഇവരെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ മാപ്പിളിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇവർ. അപ്പോൾ ഓനും ഭാര്യയും മക്കളും എല്ലാവരും കൂടിയിട്ടാണ് നമ്മളിങ്ങനെ വന്നിട്ടുണ്ടായേ. അവളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് സ്ഥലം. വൈകുന്നേരം കാണാൻ നല്ല രസമുണ്ട്, റീൽസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണിത്. കണ്ട ഇഷ്ടം പോലെ സീറ്റ് ഉണ്ട്, ആർക്കും വേണമെങ്കിൽ എത്ര ആൾക്കും വേണമെങ്കിലും ഇവിടെ നിൽക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ തണുപ്പുള്ളതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇവിടെ വന്നാൽ. തലശ്ശേരി പോകുന്ന വഴിക്കാണ് ഇത്, 3 പെരിയ ഡാം. അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായേ. ഞാനിപ്പോൾ ഇത് 2ാമത്തെ വരവാണ്. പിന്നെ ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കെല്ലാം വരുന്നുണ്ട്, ഇനി വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഇതന്നെ സെറ്റപ്പ് ആക്കിയിട്ട്, ബോട്ടിംഗ് എല്ലാം തുടങ്ങിയിട്ട്. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇതാ KL ബിജു ഋത്തിക് എന്നാണ് യൂട്യൂബറെ കണ്ടിട്ടുണ്ടായിന്. അങ്ങനെ എന്തൊക്കെയോ സംസാരിച്ച് പിന്നെ ഇങ്ങനെ യൂട്യൂബ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞു, ഞാൻ ചാനലുണ്ടെന്ന്. അപ്പോൾ പറഞ്ഞ് അടിപൊളി, അങ്ങനെ കണ്ടിന്യൂ ചെയ്തോ, അടിപൊളിയാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായി. പിന്നെ മൂപ്പർക്ക് നേരെയില്ല, വേഗം ഓടിയിട്ടുണ്ടായിന്. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിക്കഴിഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ ഇനി ഒന്ന് കിടന്നുറങ്ങണം, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇതുപോലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.